ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നെയ്യോടെ നെയ്യാണ്. നെയ്യോടെ നെയ്യ് എന്ന് പറയുമ്പോൾ ഞാൻ പാല് വാങ്ങിച്ചിട്ട് പാൽ പാടാന്നും പറയും, പാൽ ആടാന്നും പറയും, രണ്ടും പറയും നമ്മുടെ ഈ നാട്ടില്. അപ്പൊ ഞാൻ അത് എടുത്തു വെച്ചിട്ട് 2 മാസത്തോളമായി ഞാൻ എടുത്തു വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതൊന്നും മൊത്തം ഒന്ന് അടിച്ചിട്ട് നെയ്യ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞാൽ ഞാൻ ഈ പാത്രം നിറയുമ്പോൾ ഫ്രീസറിലേക്ക് വെക്കും. നിറയാത്ത പാത്രങ്ങൾ നമ്മുടെ സാധാരണ പച്ചക്കറി വെക്കുന്ന അവിടെയാണ് ഞാൻ വെക്കുക. എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ നല്ലോണം കാച്ചി ആറിയതിന് ശേഷം ആ പാലിന്റെ പാട ആടാന്നും പറയും, അതിന് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ അത് എങ്ങനെയൊക്കെ പാത്രങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നു നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഓരോ ദിവസങ്ങളും എടുത്തു വെക്കുന്ന ആടകളാണ്. ഇതിപ്പോ ലാസ്റ്റ് തീയാണ് ഇത്. ഇന്നാണ് ഞാനത് മൊത്തം അടിക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സിയിലിട്ട് ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയിൽ ആവണ അത്ര ഇട്ടിട്ട് നല്ല പോലെ അടിച്ചിട്ട് നെയ്യ് എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഞാൻ ഇതൊന്ന് ഫസ്റ്റ് അടിക്കട്ടെ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ജ്യൂസ് ജാറാണ് വേണ്ടത്. ജ്യൂസ് ജാർ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പാലിൻ്റെ പാട ആടാന്നും പറയാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച്. അതായത് കുറച്ചല്ല, നമ്മൾക്ക് നോക്കുക എത്ര അതിൽ കൊള്ളും നോക്കുക. ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചും കൂടെ ഇടുക. ഇട്ടിട്ട് ഇനി ഇതിന് ഐസ് വാട്ടറാണ് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നോക്കിക്കോളൂ, ഒരു പകുതി കണ്ട് എടുത്തോളൂ. ഇങ്ങനെ എടുത്തിട്ട് കുറച്ചും കൂടെ ഒഴിച്ചോളൂ. ഐസ് വാട്ടറാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, ഐസ് വാട്ടർ. ഇനി ഇതിനിങ്ങനെ നല്ല പോലെ ഒന്ന് മൂടുക. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, നെയ്യ് വന്ന് കൂടിയില്ലേ? ഇപ്പോൾ ഇത് വെണ്ണയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഐസ് വാട്ടറാണത്. അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് തന്നെ ഇതായിക്കോളും. ഇതാ മുഴുവനും നെയ്യ് ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് കണ്ടില്ലേ? ഇനി ഒന്നും ചെയ്യണ്ട, നമ്മൾ എല്ലാം അടിച്ചടിച്ച് നോക്കിക്കോളും. ഇതാ കണ്ടില്ലേ? ഇത് ഐസ് വാട്ടർ ആയതുകൊണ്ടാണ് ഇത്ര തണുപ്പം. നോക്കിക്കോളൂ. ഇതാ ഇനി നമ്മുടെ നെയ്യാണത്. നന്നായി നോക്കിക്കോളുക. വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ ഐസ് വാട്ടറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ വിട്ട് നിൽക്കുന്ന കണ്ടില്ല? ഞാൻ ഒരിക്കൽ അടിച്ചതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതേപോലെ എല്ലാം അടിച്ചിട്ട് ഇതുപോലെ വലിയ പാത്രത്തിലേക്ക് കൊട്ടും. ഇതും ഐസ് വാട്ടർ ആയിരിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് വേണം ഇതുപോലെ അടിച്ചെടുക്കാൻ. അത് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ദിവസത്തെ പാൽപ്പാടയല്ല, ഏകദേശം 1.5 മാസം മേലെ ആയതാണ്. അപ്പൊ നമ്മുടെ അങ്ങനെ എല്ലാം അടിച്ചു കഴിഞ്ഞു. നോക്കിക്കോളൂ, ഇതാ ഇങ്ങനെ എല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതുകൊണ്ടല്ലേ ഇതിന് ഇനി വൃത്തിയായി കഴുകണം. നല്ല അത് വെള്ളത്തിൽ കഴുകണം. കഴുകിയിട്ട് കാണിക്കഴിഞ്ഞ് ഇതെങ്ങനെയാണ് എടുക്കണത്. എനിക്കിങ്ങനെ തൂക്കാൻ പറ്റില്ല. ഫോൺ അപ്പൊ 2-3 പ്രാവശ്യം കഴുകണം. കഴുകണത് എങ്ങനെയാണ് കാണിച്ചു തരാം. അത് നോക്കൂ. അങ്ങനെ എടുത്ത് നമ്മൾ വെള്ളത്തിൽ നല്ല ഇത് ഐസ് വാട്ടറാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഐസ് വാട്ടറിലേക്ക് ഇടുകയാണ്. 2-3 പ്രാവശ്യം നന്ന പോലെ കഴുകണേ. എല്ലാം ഐസ് വാട്ടറാണ്. അപ്പൊ ഇതുപോലെ 3 പ്രാവശ്യം ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കഴുകി ഐസ് വാട്ടറിൽ കഴുകി എടുക്കണം. എന്നാലും നമ്മൾ ഉരുക്കുന്ന സമയത്ത് ഇത്തിരി പത പോലെയൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. എങ്കിലും പക്ഷെ ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ല പോലെ കഴുകണം. അപ്പൊ ഇതുപോലെ നല്ല പോലെ കഴുകിയിട്ട് കാണാം. അപ്പൊ ഞാൻ നമ്മുടെ ഇത് 2-3 പ്രാവശ്യം നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെയ്യോടെ നെയ്യിനെ ഞാൻ ഗ്യാസിലല്ല കാച്ചിന്, വിറക് അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ കാച്ചിന്. അപ്പൊ നമുക്കിനി കാച്ചാം. അപ്പൊ ഞാൻ അടുപ്പ് നല്ല കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ വെച്ച് കൊടുക്കണം. അപ്പൊ വിറകടുപ്പില്
നെയ്യോടെ നെയ്യ് കാച്ചാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അടുപ്പിൽ നല്ലോണം ഉരുകി വരട്ടെ, എന്നിട്ട് കാണാം. നല്ലോണം ഇതാണ്ടല്ലോ ഉരുകി വരുന്നേ. നെയ്യ് നന്നായി ഉരുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം ഉരുകി വരട്ടെ. അടുപ്പിലും കൂടി വെച്ച് നോക്കണം. ഞാൻ ഇതുവരെ അടുപ്പിൽ ഉരുക്കിയിട്ടില്ല, അപ്പോഴും ഗ്യാസിലാണ്. അപ്പോൾ അടുപ്പ് എങ്ങനെ ഉണ്ടായപ്പോൾ അടുപ്പിൽ വെച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റി മണം, അടിപൊളിയായിരിക്കും. അപ്പോൾ നല്ല ഉരുകി കക്കമായി വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നല്ല ഉരുകണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നൈസിൽ തീയും കത്തണം. ഈ ലെവലാകുന്ന സമയത്ത് ഇതാണ്ടല്ലേ പിരിഞ്ഞ് വന്നു, കക്കം വേറെ വന്നു. പിരിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തുളസിൻ്റെ ഇല പറയണത് ദൈവത്തിനൊക്കെ ചാർത്തണത് കരിന്തുളസി പറയും. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇറക്കാം. ഈ തുളസിൻ്റെ ഇല ഇട്ടതൊന്ന് മൂക്കണം. തുളസി പറയണത് മാല കെട്ടുന്നതാണ്, ദൈവത്തിന് ചാർത്തണത്. അപ്പോൾ ഇതാ നമ്മുടെ തുളസിൻ്റെ ഇല ഇട്ടത് ഇത്തിരി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അടയാളം. തുളസിൻ്റെ ഇല എന്തിനാ ഇടണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മൂത്തോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കണം. നോക്കിക്കോളൂ, നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കക്കം ദൈ കളറായിരിക്കണം, എന്നാലേ അതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നല്ല ചൂടാണ്, ഇത്തിരി ചൂടാറട്ടെ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇത്തിരി ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് നമുക്ക് അരിച്ചെടുക്കാം. ഇത്തിരി ചൂടാറിയിട്ടേ ഉള്ളൂ, എങ്കിലും ഞാനൊരു പാത്രത്തേക്ക് അരിക്കുന്നതും കൂടെ കാണിച്ചു തരാം. നല്ല എല്ലാം തുടച്ചതായിരിക്കണം പാത്രങ്ങൾ. ഇതാ കണ്ടില്ലേ? നമുക്കിപ്പോൾ ഇങ്ങനെ നെയ്യുണ്ടാക്കി വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുക. അതായത് ഒരു 9 മാസം 10 മാസമായ കുട്ടികൾക്ക് വൃത്തിയായിട്ട് നമുക്കിത് ഒരു കടുക് മണിയോളം എന്ത് ഭക്ഷണത്തിൽ കൂടെ ചേർത്തി കൊടുക്കുക. അപ്പോൾ ദോശ എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ കുട്ടികൾക്കല്ല, നമ്മുടെ എല്ലാവർക്കും ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ വീട്ടിൽ സ്വന്തം ഉണ്ടാക്കിയ നെയ്യ്. ഞങ്ങളുടെ വീട്ടിൽ പശുപാൽ കൊണ്ട് തരുന്നതാണ്. അവർ നേരിട്ട് കറന്നിട്ട് സൊസൈറ്റിയിലൊന്നും ഒഴിക്കില്ല. അങ്ങനെ നമ്മുടെ വീട്ടുകളിലൊക്കെ ഒരു 5-8 വീട്ടുകൾ തരുന്നതാണ് പശുപാൽ. അപ്പം ഇവിടെ ചിലപ്പോൾ 2 ലിറ്റർ 3 ലിറ്ററൊക്കെ മേടിക്കും. അപ്പം നല്ലപോലെ കാച്ചിയിട്ട് ഞാനത് നല്ലോണം ചൂടാറാൻ വെച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആടെ പെട്ടെന്ന് നമുക്ക് കൂടി കിട്ടും. അതിന് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നെയ്യാക്കിയിരിക്കുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മൾക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ നെയ്യ് ഞാൻ ചൂടാറാൻ വെച്ചിരിക്കുന്നത് കണ്ടല്ലോ പാത്രത്തിൽ. ഇതിലെല്ലാം ഇനി കുറച്ചും കൂടെ നെയ്യുണ്ട്, ഞാനത് ചൂടാറാൻ വെച്ചിരിക്കണേ. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒരു ബോട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ബോട്ടിൽ നോക്കിക്കോളൂ, ഇതാ നല്ല ബോട്ടിലുകൾ ഞാൻ വാങ്ങിച്ച് കഴുകി തുടച്ചതാണ്. ഇതിനു വേണ്ടി ഞാൻ മേടിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ബോട്ടിലെടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ബോട്ടിൽ നല്ലപോലെ തുടച്ച് ക്ലീൻ ആക്കിയതാണ്, വെടിച്ചതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കണു. ഇനി ഞാൻ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനൊരു പാത്രം, ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കയ്യിൽ വെച്ച് ഒഴിച്ചിട്ട് അപ്പം അങ്ങനെ നമ്മൾക്ക് മൂടിയിട്ട് ഇങ്ങനെ മൂടി ഇനി ഇന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്ട, നാളെയും വെക്കണ്ട. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല.
പക്ഷെ നമ്മളിതൊന്നും അധികം ഉപയോഗിക്കില്ലല്ലേ, നമുക്ക് ആവശ്യത്തിനെല്ലാം എടുക്കുള്ളൂ. അപ്പം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കും. ചില്ല് കുപ്പിയോടെ വെച്ചോളൂ. പക്ഷെ വെക്കണത് നമ്മൾ ഈ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കില്ല, പച്ചക്കറികൾ, മാവുകൾ അങ്ങനെ വെക്കില്ല. അങ്ങനെ ഒരു സൈഡ് ചേർത്തിട്ട് വേണം വെക്കണമെങ്കിൽ. ഫ്രീസറിൽ ഒരിക്കലും ഈ ബോട്ടിലോടെ വെക്കരുത്, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് എത്ര മാസം വേണമെങ്കിലും ഇതിങ്ങനെ ഉപയോഗിക്കാം. എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. നെയ്യ് എങ്ങനെ, വെണ്ണ എടുത്ത് എങ്ങനെ കഴുകണം, പാൽ പാടയാണെങ്കിലും ആടയാണെങ്കിലും അതെങ്ങനെ അടിക്കണം എന്നും കൂടെ ഞാൻ എല്ലാം പ്രത്യേകം കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക്, അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടി പ്രസവിച്ച കുട്ടികൾക്ക്, അതായത് പ്രസവിച്ചു പറഞ്ഞാൽ ഒരു 9 മാസം കഴിയാണ്ട് ഭക്ഷണം കൊടുക്കില്ലല്ലോ. അപ്പം അങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഏത് കുറുക്ക് കൊടുക്കണം അതിൽ ഒരു തുള്ളി, അതായത് ഒരു തുള്ളി ഒഴിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഒരുപാട് നമ്മൾ അങ്ങനെ കഴിക്കാൻ കൂടെ ഓരോ ദിവസം ഓരോ തുള്ളിയാകുമ്പോൾ നെയ്യ് വരുമല്ലോ. അപ്പോൾ ഇതൊരു ബോട്ടിലുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 മാസത്തിന് ചെറിയ കുട്ടികളുള്ളവിടെ ഇത് മതി, ഒരു ബോട്ടിൽ മതി. അപ്പം അത്രയും നമ്മളത് വൃത്തിയായിട്ട് ഇതിങ്ങനെ ചെയ്തിരിക്കണം. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യുക. എല്ലാവർക്കും ബായ്.